ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇപ്പോൾ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് 1-ാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്താണ് സ്തോത്രം. വീണ്ടും നിൻ്റെ വചനമായി ഞങ്ങൾ അടുക്കൽ വരുന്നല്ലോ. ഇവ എനിക്ക് കൂടെ നീ ഞങ്ങൾ സംസാരിക്കുമാറാകണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാന്നിധ്യം, നിൻ്റെ കൃപ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകണം. യേശു നാം തന്നെ, ആമേൻ. ഈ 1-ാം സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മോട് പറയുകയാണ്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. സ്തോത്രം. ഒന്നാമത് പറയുന്നു നടക്കരുത്, രണ്ടാമത് പറയുന്നു നിൽക്കരുത്, മൂന്നാമത് പറയുന്നു ഇരിക്കരുത്. സ്തോത്രം. ഈ 3 കാര്യങ്ങളും ചെയ്യരുത്. ഇത് ചെയ്യാതെ ഇരിക്കുന്നവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവരുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ 3 കാര്യങ്ങളും ചെയ്യാതെയും ദൈവത്തിൻ്റെ പ്രമാണത്തെ മാത്രം നാം അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കാതെ അതുപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പെടുത്തി നാം ഇരിക്കാതെയും ചെയ്യുക. സ്തോത്രം. ദൈവം എന്ത് നമ്മൾ പറയുന്നു അത് അതിപ്രകാരം ചെയ്യുക. അങ്ങനെ നാം നിൽക്കാതെയും ഇരിക്കാതെയും നടക്കാതെയും നിൽക്കാതെയും ഇരിക്കാതെയും ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുക. സ്തോത്രം. അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്യാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ചും ജീവിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. അതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.